റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ്. NDA സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിൽ തർക്കം. അത് ശരി. സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനത്തിനെതിരെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി യോഗം ഇന്ന് ചേരും. പ്രാദേശിക നേതാക്കളുമായി സംസാരിക്കാൻ സുരേഷിനെ സംസ്ഥാന അധ്യക്ഷൻ ചുമതലപ്പെടുത്തി. സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രാദേശിക നേതൃത്വം. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, BJPയും BDJസും സംസ്ഥാന തലത്തിലെടുത്ത തീരുമാനം ഊർജം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലവാക്കി പാഴാക്കണ്ട, അത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റിവെക്കാമെന്നുള്ളതാണ്. എന്നാൽ നിലമ്പൂരിലെ മണ്ഡലം കമ്മിറ്റി ആ നിലപാടിന് വഴങ്ങുന്നില്ലെന്നാണോ മനസ്സിലാകുന്നത്? ഗിരീഷ് മേക്കാട്ടും സംഘവും കലിപ്പിലാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ഈ തിരഞ്ഞെടുപ്പ് തന്നെ അനാവശ്യമാണ്, ഇതിൽ യാതൊരു സാധ്യതയുമില്ലാത്ത NDA മത്സരിക്കേണ്ടതില്ല എന്നതാണ്. പക്ഷേ പ്രാദേശിക നേതൃത്വത്തിന്റെ, അതായത് BJPയുടെയും BDJസിന്റെയും നിലപാട് മത്സരിക്കണം എന്ന് തന്നെയാണ്. അതിന് എല്ലാവിധ സജ്ജീകരണവും ആയി കഴിഞ്ഞു എന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നോ നാളെയോ തീരുമാനത്തിലേക്ക് എത്തും. ഇന്ന് BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായ സുരേഷ് നിലമ്പൂരിലേക്ക് എത്തുന്നുണ്ട്. ഇന്ന് നിലമ്പൂർ BJPയുടെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി യോഗം ചേരുകയാണ്. ഈ യോഗത്തിൽ പ്രാദേശിക നേതാക്കൾ അവരുടെ നിലപാട് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. അതോടൊപ്പം തന്നെ BDJS നേതാക്കളുമായും സുരേഷ് കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഈ കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. നിലവിൽ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം നിലവിൽ വിദേശത്താണ്. വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്ന് രാത്രിയോ നാളെയോ മാത്രമേ അദ്ദേഹം തിരിച്ചെത്തുകയുള്ളൂ. നിലവിൽ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാട് സംസ്ഥാന നേതൃത്വവും, എന്നാൽ മത്സരിക്കണം എന്ന നിലപാട് പ്രാദേശിക നേതൃത്വവും തുടരുകയാണ്. എന്തായാലും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് ഇന്ന് എത്താൻ കഴിയും. അതിനുശേഷം നാളെയോ മറ്റന്നാളോ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, അപ്പോൾ താങ്ക് യു അർജുൻ. നമ്മൾ കാത്തിരിക്കുകയാണ് മൂന്ന് സ്ഥാനാർത്ഥികളുടെ വിവരം അറിയാൻ. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ PV Anwar ഉണ്ടാകുമോ? BDJS സ്ഥാനാർത്ഥിയെ നിർത്തുമോ? മണ്ഡലം കമ്മിറ്റി പിണക്കത്തിലാണ്. ഇനി മൂന്നാമത്തത് LDFിന്റെ സ്ഥാനാർത്ഥിയാരെ കാത്തിരിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിലമ്പൂർ ഇലക്ഷൻ ബ്രേക്കിംഗുകളുമായി നിലമ്പൂർ സ്ക്വാഡ് അതിവേഗം പ്രേക്ഷകരുടെ മുന്നിലേക്ക് വാർത്തകൾ എത്തിക്കും.